ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗെയ്സ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല അടിപൊളി പിടപെടാ പിടക്കുന്ന മത്തി. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ക്യാബേജൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പുറത്ത് പെയ്യുന്നു. ക്യാബേജ്, സവാള, പച്ചമുളക് എല്ലാം കൂടി മുറിച്ചിട്ട് അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി 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 അങ്ങനെ അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മുറ്റത്താണെങ്കിൽ മഴ നല്ല തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. ഓണം അങ്ങനെ എന്താവും എന്തോ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയ്ക്ക് എന്ത് ചെയ്യണം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇതാണ് കണ്ട നല്ല പഠിക്കുന്ന മത്തിയാണ്. അടിപൊളി മത്തി. കുറേ നാളെ ഇങ്ങനത്തെ മത്തിയൊക്കെ കിട്ടിയിട്ട്. കുറഞ്ഞ വിലയുള്ളൂ. ഇവിടെ കിലോന് 200 രൂപയുള്ളൂ. അങ്ങനെ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അടിപൊളി നല്ല പരിഞ്ഞിലൊക്കെയുള്ള മത്തി, നല്ല എണ്ണയുള്ള മത്തി. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കൊള്ളില്ല. കിട്ടി. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് നല്ല മുളക് ഇട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല നല്ല പരിഞ്ഞിലും ഉണ്ട് കണ്ടോ, മത്തി മുട്ട. ഞങ്ങളുടെ മത്തി പരിഞ്ഞിലെന്നാണ് പറയുക. എല്ലാം നമ്മൾ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പെല്ലാം തേച്ച് കഴുകി അടിപൊളി മിനുമിനുങ്ങി ഇരിക്കുന്നുണ്ട് മത്തി. ഇനി ഇതൊക്കെ ഒന്ന് മുളകിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളി, തക്കാളി, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വഴറ്റി ഒരു പരുവത്തിലാക്കി എടുത്തു. മഞ്ചട്ടിലെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ മത്തി എപ്പോഴും ഞാൻ മഞ്ചട്ടി തന്നെ വെക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷെ കറിയുടെ ടേസ്റ്റ് കറി തീർന്നതിന് ശേഷം നമ്മൾ മഞ്ചട്ടി കത്തിച്ചിട്ട് ചോറിട്ട് ചട്ടിച്ചോറ് തിന്നുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നല്ലോണം നമ്മൾ കണ്ടോ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് നല്ല മണ്ണവും വരുന്നുണ്ട്, നല്ല എണ്ണയും തെളിഞ്ഞ് നിന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 കൊടുത്തിരിക്കുന്നു. തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടോ, അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു രസം ഉണ്ടായില്ല. അങ്ങനെ അവിടെ കഴുകി വെച്ച മത്തിയൊക്കെ എടുത്ത് നമ്മൾ കറിക്കകത്ത് ഇടാൻ പോവുകയാണ്. കറി അങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. പുളിയൊക്കെ ഇട്ട് നമ്മൾ കുടംപുളി ഇട്ടാണ് കേട്ടോ മത്തി കറി വയ്ക്കുന്നത്. കുടംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ട് വരുമ്പോഴാണ് നമ്മൾ വെച്ചതിനെ കാട്ടി വെള്ളം കുറച്ച് കുറയുമ്പോഴാണ് മീനിടുക. അങ്ങനെ മീനൊക്കെ ഇട്ട് ഞാൻ മത്തി മുട്ട അഥവാ മത്തി കരിമീനെടുത്ത് വേറെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ആരോഗ്യം അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മത്തി മുട്ട എടുത്ത് കറിക്കകത്ത് തന്നെ ഇടാമെന്ന്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മത്തിക്കറിക്കകത്ത് അതിൻ്റെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ കറി വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ സാധാരണ മത്തി കറി വെക്കുന്നതിനെ കാട്ടി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്നാലും പിന്നെന്ത് ചെയ്യണം, തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഇടുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ചിന്തിക്കാണ്ട് ഞാനത് ഉപ്പ് ഒഴിച്ച് പറ്റിച്ച് എപ്പോൾ തിന്നുമെന്ന് വെച്ചായിരുന്നു. ഇത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനത് കറിക്കകത്ത് തന്നെ ഇട്ട് വളരെ വേദനയോടെ എന്നിട്ട് നന്നായിട്ട് അടച്ച് വേവിച്ച് ഇപ്പുറത്ത് നമ്മൾ മത്തി പൊരിക്കുന്നുണ്ട്. മത്തി പൊരിച്ചൊന്നും കഴിക്കാൻ വയ്യ, എന്നാലും ഞാൻ പൊരിക്കുകയാണ്. കണ്ടപ്പോൾ പൊരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ മോശമായി. പിന്നെ ഇപ്പുറം കുളിക്കാനുള്ള വെള്ളവും ചൂടാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം റെഡിയായിരിക്കുന്നു. നമ്മുടെ മത്തിക്കറി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി മത്തിക്കറി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. മത്തി പൊരിച്ചതുമായിട്ടുണ്ട്. ചോറും വിളമ്പി വെച്ചു. ഇനി നമ്മൾ കഴിക്കാനാണ് പോകുന്നത്. ഇതാ നമ്മളെ കാബേജ് തോരനുണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിക്കുന്നു. പുറത്ത് നല്ല മഴ, അത് നല്ല ചോറും കറിയും. നല്ല റേഷനരി ചോറാട്ടാ. റേഷനരി ഞാൻ പെട്ടെന്ന് ദഹിക്കുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചോറും വിളമ്പി, ഇത്തിരി കേബേജ്, ഒരു മത്തി വറുത്തത്, കുറച്ച് മത്തിക്കറി, ഇത്രയും സാധനങ്ങളും കൂടി കഴിക്കാൻ പോരൂ.